നമസ്കാരം. ഇറാൻ പ്രസിഡന്റിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഏകദേശം 21 വർഷത്തെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു തുറമുഖം കിട്ടിയത് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയായിരുന്നു. ഇന്ത്യയോടൊന്നും അടുപ്പം പുലർത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. എന്നാൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ദുരൂഹതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രസിഡന്റിനൊപ്പം 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തുകയും പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുകയും ചെയ്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നത്. ഇറാൻ ഏജൻസികൾക്ക് പിന്നാലെ റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് സർവീസിലെയും ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലും അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഹെലികോപ്റ്റർ കാണാതായപ്പോൾ തന്നെ റഷ്യ തിരച്ചിലിനായി അയച്ച വിദഗ്ധ സംഘത്തിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ഇതിനു പുറമെ റഷ്യൻ ടെക്നോളജിയുടെ പൂർണ്ണ സഹായം കൂടി ലഭിക്കുന്നതോടെ ഹെലികോപ്റ്റർ തകർന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇറാന്റെ വിശ്വാസവും പ്രതീക്ഷയും. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പിൻഗാമിയാകാനിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിയായി പ്രസിഡന്റാകാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ നഷ്ടത്തിൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഈ 2 നേതാക്കളുടെയും അപ്രതീക്ഷിത വിയോഗം ലോക രാജ്യങ്ങളെയും ഞെട്ടിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കഴിഞ്ഞകാല ചെയ്തികളെ പരിശോധിക്കുമ്പോൾ ഇത് കേവലം ഒരു അപകടം മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത നിലവിൽ കഴിയില്ല. ഇറാന്റെ ഉന്നത സൈനിക മേധാവി കാസിം സുലൈമാനിയ ഇറാനിൽ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക വധിച്ചിരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ഇത്തരം ആക്രമണം അമേരിക്ക നടത്തിയത്. നിലവിൽ ഇറാന്റെ പ്രധാന ശത്രുക്കൾ അമേരിക്കയും ഇസ്രയേലുമാണ്. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളായ ഘട്ടത്തിലാണ് ഇറാൻ പ്രസിഡന്റിന് അപ്രതീക്ഷിത അപകടവും സംഭവിച്ചിരിക്കുന്നത്. മുൻകാലങ്ങൾ നോക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ച് വരുന്നതായി നമുക്ക് കാണാം. ഇറാന്റെ തന്ത്രപ്രധാനമായ ചാമ്പാർ തുറമുഖം ഇന്ത്യക്ക് വിട്ടു നൽകുന്ന ദീർഘകാല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് അടുത്തിടെയാണ്. ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞാണ് ഈ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടി കൂടിയാണ്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇറാന്റെ ഭാഗത്ത് നിന്ന് നേതൃത്വം നൽകിയ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രിയുമാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനെ ശത്രുവായി കണ്ടിരുന്ന സൗദി അറേബ്യ പോലും പഴയ നിലപാട് തിരുത്തി ഇറാനുമായി സഹകരണത്തിന്റെ വക്കിലാണ്. ഈ മാറ്റത്തിന് എല്ലാം മുൻകൈയെടുത്തത് കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് തന്നെയാണ്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കയ്ക്ക് മേൽ സംശയം ശക്തമായി ഉയരുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഒരേ തൂവൽ പക്ഷികളായതിനാൽ ഇരു രാജ്യങ്ങളുടെയും ടാർഗറ്റും ഇറാൻ തന്നെയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ചാവേർ സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തി ആർജിച്ചു വരുന്നതും ഒരു പ്രധാന കാരണമാണ്. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ അനുകൂല നിലപാട് ഇറാൻ സ്വീകരിച്ചതും അമേരിക്കയെ പ്രകോപിപ്പിച്ച നടപടിയാണ്. അമേരിക്കയുടെ ആധുനിക ആയുധങ്ങളെയാണ് യുക്രൈനിൽ വെച്ച് ഇറാന്റെ കുഞ്ഞു ഡ്രോണുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇറാൻ നൽകിയ ആയുധ കരുത്തിൽ ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തിയതും അമേരിക്കയ്ക്ക് ചേരിയ പ്രകോപന ഘടകമാണ്. ഇതിന് തിരിച്ചടിയായി സിറിയയിലെ ഇറാന്റെ എംബസിയാണ് ഇസ്രായേൽ ആക്രമിച്ച് തരിപ്പണമാക്കുന്നത്. തുടർന്ന് ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണവും വൻതോതിൽ അരങ്ങേറുകയുണ്ടായി. ആണവ ശക്തിയാകുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇറാൻ ഇതിനകം തന്നെ ആണവ ആയുധങ്ങൾ വികസിപ്പിച്ചത്. ഇറാനെ നേരിട്ട് ആക്രമിച്ചതിൽ റഷ്യ ഉൾപ്പെടെ ഇടപെടുന്ന ഭയത്തിലാണ് മാത്രമാണ് അവർ ആക്രമിക്കാതെ നിന്നത്. പൂർണ്ണമായും ഇറാൻ ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ രാജ്യത്തെ കടന്നാക്രമിക്കാൻ അമേരിക്കൻ ചേരിക്ക് സാധിക്കുകയില്ല. ഇറാൻ ആണവ ശക്തിയാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നതും ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെയാണ്. ഇത് ഏറ്റവും നന്നായി അറിയാവുന്നതാകട്ടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. അമേരിക്കയുടെ CIA-യും ഇസ്രായേലിന്റെ മൊസാദിനും മറ്റ് രാജ്യങ്ങളിൽ കടന്നുകയറി ഉദ്യോഗസ്ഥരെ വധിച്ച ചരിത്രമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഒരിക്കലും വെറും ഒരു അപകടമായി മാത്രം വിലയിരുത്താൻ സാധിക്കുകയില്ല. പ്രാഥമിക നിഗമനം അപകടമാണെങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കാനാണ് ഇറാനും റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചതി അണിയറയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രത്യാക്രമണത്തിന് തന്നെയാകും ഇത് വഴിവെക്കുക. പ്രസിഡന്റ് മരിച്ചതുകൊണ്ട് ഇറാന്റെ ഒരു നിലപാടിലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. ഇതിനകം തന്നെ ഇറാൻ ഭരണകൂടം അത് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്.
ഇറാൻ പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും യാത്ര മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ ഹെലികോപ്റ്റർ ഏതെങ്കിലും ശക്തികൾ അപായപ്പെടുത്തിയതാണോ എന്ന സംശയവും റഷ്യൻ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിയ മറ്റു 2 ഹെലികോപ്റ്ററുകൾ സഞ്ചരിച്ചവരെയും ഇറാന്റെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് മാത്രം എങ്ങനെ അപകടം സംഭവിച്ചു എന്ന പശ്ചാത്തലമാകും ഇവരുടെ മൊഴിയും കൂടി ആണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. തകർന്ന ഹെലികോപ്റ്ററും ഒപ്പം സഞ്ചരിച്ചവയും അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെങ്കിൽ, ഇസ്രയേലിന് പങ്കുണ്ടെങ്കിൽ ഇനി 3ാം ലോക മഹായുദ്ധമാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിന് നേരെ ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ഉണ്ടാകാൻ പോകും എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇറാന്റെ പ്രസിഡന്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ്.